ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോണത് ഒരു മട്ടൻ കറിയാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മളൊരു കുറച്ച് മസാല എടുത്തായിരുന്നു. മസാലകളൊക്കെ നമ്മുടെ എണ്ണയിൽ നന്നായിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് വരണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ചതച്ച് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറണ വരെ അതിലിട്ടിട്ട് വഴറ്റണം കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ട്, അതിൻ്റെ ആ സ്മെല്ലൊക്കെ ഒന്ന് പോകണം. അത് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് വേണം അത് ചേർക്കാനായിട്ട്. ഇനി ഞാൻ ചേർക്കാൻ പോണത് കുറച്ച് സബോളയാണ്. സബോള ഒരു ഇതിൽ മട്ടനായതുകൊണ്ട് തന്നെ ഞാൻ അധികം സബോളയൊന്നും ചേർത്തിട്ടില്ല, കാരണം അതിനൊരു മധുരരസം വരുന്നത് കൊണ്ട് കുറച്ച് സബോളയെ ചേർത്തിട്ടുള്ളൂ. ഒരു സബോള ഒക്കെ ചേർത്തിട്ടുള്ളൂ. ഒരു സബോളയും വേണമെന്നില്ല, അതിനും ചെറിയ കുറവായിട്ട് മതിയാവും. ഞാൻ കുറച്ച് ഒരു സബോള ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ഇങ്ങനെ ഒരു ബ്രൗൺ കളർ ആവണ വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ മസാലകൾ ചേർക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ടത് ആവണ വരെ നന്നായിട്ട് ഇളക്കണേ. പിന്നെ ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്നും കൂടി ഇളക്കുക. നന്നായി ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നന്നായിട്ട് വഴന്ന് വരണം കേട്ടോ. നല്ല ഒരു വഴന്നൊരു കളർ വരും. ബ്രൗൺ കളർ ആവണമെന്നില്ല, നന്നായി വഴന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് വേണം തക്കാളിയൊക്കെ ചേർക്കാനായിട്ട്. ഇപ്പം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പച്ചമുളകാണ്, മായൊന്നും ചേർക്കാത്ത നല്ല നമ്മുടെ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പച്ചമുളകാണ്. ഇനി അതിലേക്ക് നമ്മുടെ മസാലകൾ ചേർക്കുകയാണ്. ഞാനിവിടെ 2 സ്പൂൺ മുളക് പൊടിയും പിന്നെ 1.5 സ്പൂൺ മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കണം. അതധികം ഇങ്ങനെ കരിഞ്ഞു പോകരുത്. അതിന് മുന്നേ തന്നെ അതിൽ കുറച്ച് തക്കാളി ചേർക്കുക. ഒരു തക്കാളി ചേർത്തിട്ടുണ്ട് ഞാനിവിടെ. തക്കാളി ചേർത്ത് നന്നായിട്ട് വീണ്ടും വഴറ്റി അത് നമ്മൾ അടച്ച് വെക്കണം. കുറച്ചൊന്നായി കഴിഞ്ഞിട്ട് നന്നായി വഴറ്റി കഴിഞ്ഞിട്ട് വേണം അടുത്തത് ചേർക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് അത് മൂടി വെക്കുമ്പോൾ അതായിക്കോളും. അപ്പോൾ അത് നന്നായി വഴറ്റണം. അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് വഴന്ന് കഴിഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു കുക്കർ എടുത്ത് അതിലേക്ക് നമ്മുടെ വെള്ളമൊക്കെ വാർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ബേസിൽ. അതിൽ നിന്ന് ഇങ്ങോട്ട് കുക്കറിലേക്ക് പകർത്തി അതിലേക്ക് എല്ലാവരും ഫില്ല് ചെയ്ത് ഒരു 1/2 കിലോനുണ്ടാവും. 1/2 കിലോ അല്ല, 3/4 കിലോനുണ്ടാവും. ഏകദേശം ഒരു 3/4 കിലോ ഉണ്ടായിരിക്കും ഒരു മട്ടൻ. അതിലേക്ക് ഇട്ടു. പിന്നെ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുണ്ടല്ലോ ആ മസാല അതിലേക്ക് ചേർക്കുകയാണ് ചെയ്യണത്. എല്ലാ മസാലയും അതിൽ കുക്കർ മട്ടനാണ്. നമ്മൾ നേരെ കലത്തിലൊക്കെയാണ് വെക്കാറ്. ഇപ്പം ഇന്ന് ഇങ്ങനെയാണ് ചെയ്തത്. അടുപ്പിൽ വെക്കാറ്. അപ്പം ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കൂട്ടുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് അതിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ഉപ്പൊന്നും കൂടി നോക്കിയിട്ട് ഉപ്പിൻ്റെ അളവൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ മുളകിൻ്റെ ഇതൊക്കെ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും വേണമെങ്കിൽ മുളകൊക്കെ ചേർക്കാം. അപ്പോൾ ഞാനത് വേറെ ഒന്നും ചേർത്തിട്ടില്ല. കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നു, വേറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഞാനിത് തന്നെ മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യണേ. നന്നായി മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യണത്. ഇവിടെ ഇത്തിരി ഉപ്പ് കുറവ് തോന്നിയപ്പോൾ ഞാനൊരു ലേശം ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കറിവേപ്പില ഇടാൻ മറന്നുപോയി. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് അതിന് വിസിൽ വരുത്താണ് ചെയ്യണത്. അടച്ചു വെച്ചു. അത് കഴിഞ്ഞിട്ട് വിസിലൊക്കെ വരുത്താണ് ചെയ്യണേ. പിന്നെ ഞാനൊരു 2 അടി അടിച്ച് ഒരു വിസിൽ വരുത്തി ഒരു സിമ്മാക്കി കുറച്ച് നേരം ഒന്ന് വെച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ എടുത്തത്. ചില മട്ടനുകൾ പെട്ടെന്ന് വെന്ത് പോവും. ഇത് പിന്നെ 2 വിസിൽ ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ അത് 2 വിസിലടിച്ച് പിന്നെ കുറച്ച് നേരം കൂടി ഒരു 5 മിനിറ്റും കൂടെ വെച്ചിട്ട് പിന്നെ നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ കഷ്ണം ചേർക്കുന്നുണ്ട് കേട്ടോ. അതിൽ ഉരുളക്കിഴങ്ങാണ് ഇടുന്നത്. അത് ഇത്തിരി വലിയ പീസാക്കി അരിഞ്ഞെടുത്തൊരു ഒരു 1.5 ഉരുളക്കിഴങ്ങാണ് ചേർക്കുന്നത്. അതതിൽ ചേർത്ത് വീണ്ടും ഒരു അടിയും കൂടി അടിച്ചു. അതും നന്നായി വേവണമല്ലോ, ഉരുളക്കിഴങ്ങ് നന്നായി വേവണമല്ലോ. അപ്പോൾ അതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് പിന്നെ ഉരുളക്കിഴങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഞാൻ അടച്ച് വെച്ച് വിസിൽ വരുത്തി ഒരു വിസിൽ. പിന്നെ വീണ്ടും തുറന്ന് നോക്കി. അപ്പോൾ കൃത്യം നല്ല വേവായിട്ടുണ്ട്. പിന്നെ വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്തു. ലാസ്റ്റ് ഞാനിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തു. മല്ലിയിലയും പുതിന ഇലയും കൂടി ചേർത്തായിരുന്നു.
ദേ ഇപ്പോഴാണ് കേട്ടോ ഞാൻ ചേർക്കണേ. മല്ലിയിലയും പുതിനയിലയും കൂടി ലാസ്റ്റ് ആ ഒരു ഇൻഗ്രീഡിയൻ കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത് യോജിപ്പിച്ച് ഇളക്കിയെടുത്ത് നമ്മൾ കഴിക്കാനായിട്ടുള്ളൊരു സെറ്റപ്പിലാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനതൊരു പാത്രത്തിലാക്കിയിട്ട് വീഡിയോ എടുക്കാനായിട്ട് മറന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു ലൈക്കും ഒരു സബ്സ്ക്രൈബും തരാം കേട്ടോ. താങ്ക് യു.